നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാവൂരിൽ ഇക്കുറി തീ പാറും. കരുത്തരാണ് നേർക്കുനേർ വന്നിരിക്കുന്നത്. കെ ശൈലജ ടീച്ചറും സണ്ണി ജോസഫും നേർക്കുനേർ പോരിലേക്ക് എത്തിയതോടുകൂടി ഇരു പാർട്ടിക്കാരും അതിശക്തമായ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കെ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പേരാവൂരിൽ ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പാർട്ടിയിൽ അഗ്നിപരീക്ഷ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കെ ശൈലജ. മട്ടന്നൂരിൽ സീറ്റ് കൊടുക്കാതെ കെ ശൈലജയെ പേരാവൂരിൽ കൊണ്ട് നിർത്തിയത് തന്നെ പിണറായിയുടെ ഒരു ചതിയാണ്. അതിനെ മറികടക്കാൻ തൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിൽ കിടന്നാടുകയാണ്. ഇതിന് ശക്തമായ ഒരു മറുപടി പിണറായിക്ക് കൊടുക്കുക എന്നുള്ള നീക്കത്തിലേക്കാണ് കെ ശൈലജ പേരാവൂരിൽ അതിശക്തമായ പ്രചാരണം തുടങ്ങി വച്ചിരിക്കുന്നത്. ജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് കെ ശൈലജയും സണ്ണി ജോസഫും പ്രചാരണങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. പേരാവൂരിൽ ആര് വീഴും ആര് വാഴും അതൊരു ചോദ്യമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതോടെ തീരുമാനിക്കപ്പെടും കെ ശൈലജ ടീച്ചറിന്റെ രാഷ്ട്രീയ ഭാവി. ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. കാരണം പേരാവൂർ എന്ന് പറയുന്നത് UDFന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ കെ ശൈലജ ടീച്ചറിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. നേരെ മറിച്ചായാൽ പാർട്ടി വെട്ടിയൊതുക്കി മൂലക്കിരുത്തും. അതാണ് അവസ്ഥ. ഇപ്പോൾ കെ ശൈലജ ടീച്ചറിനെ വിമർശിച്ചുകൊണ്ട് മണ്ഡലത്തിൽ കളം നിറഞ്ഞിരിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഓരോ തെരഞ്ഞെടുപ്പ് തോൽവിയും ശൈലജയ്ക്ക് സംഘടനാപരമായ പ്രമോഷൻ ലഭിക്കാനുള്ള അവസരമാണെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പരാമർശം. മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ കെ ശൈലജയെ മാനസികമായി തളർത്തുക എന്നുള്ള ഒരു നീക്കവും ഇപ്പോൾ സണ്ണി ജോസഫ് പുറത്തെടുത്തിരിക്കുകയാണ്. കാരണം പാർട്ടിയിൽ ശൈലജ ടീച്ചർ ഒതുക്കപ്പെടുന്നു എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കടന്നാക്രമണം തുടങ്ങിയിരിക്കുകയാണ് സണ്ണി ജോസഫ്. ശൈലജ ടീച്ചറും ഞാനുമായി ആദ്യമൊന്ന് മത്സരിച്ചു. എനിക്കൊരു ഇമേജും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഞാൻ ജയിച്ചു. ശൈലജ ടീച്ചർ ഈ പറയുന്ന ഇമേജോടുകൂടി വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. ഇവിടെ മത്സരിക്കാൻ ശൈലജ ടീച്ചറുടെ മനസ്സ് എന്താണെന്ന് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ടീച്ചർക്കൊരു പ്രൊമോഷൻ കിട്ടി. സംഘടനാപരമായി കേന്ദ്ര കമ്മിറ്റി അംഗമായി. ഇപ്പോൾ തോൽക്കുമ്പോൾ ടീച്ചറെ ചിലപ്പോൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുക്കും. ആ ഓഫർ ഇല്ലെങ്കിൽ ടീച്ചർ മത്സരിക്കാനിടയില്ല. ഇതായിരുന്നു സണ്ണി ജോസഫിന്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ. ഓരോ തോൽവിക്ക് പിന്നാലെയും പാർട്ടിയിൽ പ്രമോഷൻ ലഭിക്കുന്നു എന്ന സണ്ണി ജോസഫിന്റെ പരിഹാസത്തിന് മറുപടിയുമായിട്ട് കെ ശൈലജയും രംഗത്ത് വന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയപ്പോഴായിരുന്നു പേരാവൂരിലെ LDF സ്ഥാനാർത്ഥിയായ കെ ശൈലജയുടെ പ്രതികരണം. നിയമസഭയിൽ എല്ലാവരും തോറ്റിട്ടും ജയിച്ചിട്ടുമുണ്ടെന്നും സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പ്രമോഷൻസ് എന്നുമായിരുന്നു കെ ശൈലജയുടെ പ്രതികരണം. പരിഹസിക്കുന്നത് ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതയാണെന്നും ടീച്ചർ മറുപടി കൊടുത്തു. പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത് വലിയ കാര്യമാണ്. നിയമസഭയിൽ എല്ലാവരും തോറ്റിട്ടും ജയിച്ചിട്ടുണ്ട്. സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രമോഷൻസ് വരുന്നത്. സ്വാഭാവികമായാണ് കേന്ദ്ര കമ്മിറ്റിയിലെത്തിയത്. പേരാവൂരിൽ ഞാൻ മുൻപും ജയിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫ് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാര്യമായിരിക്കും. അസംബ്ലി തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ അതല്ല. പരിഹസിക്കുന്നത് ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതയാണെന്നും കെ ശൈലജ സണ്ണി ജോസഫിന് മറുപടി കൊടുത്തു. അതായത് സണ്ണി ജോസഫ് ഒരു ഗോൾ അടിക്കുന്നു, ശൈലജ ടീച്ചർ തിരിച്ച് 2 ഗോൾ അടിക്കുന്ന രീതിയിലാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇരുവരുടെയും സൈബർ ടീം ഇപ്പോൾ അതിശക്തമായി രംഗത്തേക്ക് ഇറങ്ങി അടിയും ഇടിയും വെടിയും പുകയും തുടങ്ങിയിരിക്കുകയാണ്. സൈബർ ഇടത്തിൽ കത്തുന്ന പോരാണ്. നമുക്കറിയാം ശൈലജ ടീച്ചർക്ക് ഒരു ജനകീയ മുഖമുണ്ട്. അത് ഈ പറയുന്ന ശത്രുക്കൾ പരിഹസിക്കാൻ സീസർ അമ്മയെന്ന് ഒക്കെ കളിയാക്കുമെങ്കിലും അങ്ങനെയല്ല. ശൈലജ ടീച്ചർക്ക് നമ്മൾ പൊതുവെ എടുത്തു നോക്കുമ്പോൾ കേരളത്തിൽ ഒരു സ്വീകാര്യതയുള്ള വനിതാ നേതാവാണ്. CPMന്റെ ആകെ ഒന്നേ ഉള്ളൂ സ്വീകാര്യതയുള്ള വനിതാ നേതാവ്. അത് കെ ശൈലജ ടീച്ചർ തന്നെയാണ്. ശൈലജ ടീച്ചറിന് സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ PPE കിറ്റ് അഴിമതിയൊക്കെ ആയിരുന്നു. എന്നാൽ അതിന് പിന്നിൽ കളിച്ചത് പിണറായി വിജയനാണ് എന്നുള്ളത് വ്യക്തമാണ്. ഒടുക്കം എല്ലാം ശൈലജ ടീച്ചറുടെ തലയിൽ കൊണ്ടിട്ടു എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇവിടെ ശൈലജ ടീച്ചർ വടകരയിൽ തോറ്റമ്പിയല്ലോ എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നത്. അവിടെ വടകരയിൽ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നവർ ഉയർത്തി കാണിക്കുന്നു. എന്നാൽ ആ ഒരു നീക്കവുമായിട്ട് പേരാവൂരിൽ തണുപ്പൻ പ്രചാരണവുമായി സണ്ണി ജോസഫിന്റെ പക്ഷക്കാർ പോയാൽ, അതായത് കെ ശൈലജ ടീച്ചറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും. കാരണം ഈ പറയുന്ന വടകരയിൽ കെ ശൈലജ ടീച്ചർ തോറ്റതിന്റെ കാരണവും ഈ പറയുന്ന CPMകാർ തന്നെയായിരുന്നു. പ്രചാരണത്തിനെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുറെ CPMകാർ ചെന്ന് കയറി കൊടുത്തു.
നാശകോടാലിയാക്കി ശൈലജ ടീച്ചറിന്റെ പ്രചാരണം വർഗീയതയിലേക്ക് വരെ കൊണ്ടെത്തിച്ചത് ഈ CPM-കാരായിരുന്നു. ചില വർഗീയ പ്രചാരണങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ കൊണ്ടുപോയി കൈവിട്ട കളി കളിച്ച് ടീച്ചറിന്റെ ഇമേജ് കളഞ്ഞു കുളിച്ചത് ഈ CPM ഗുണ്ടകൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വലിയ രീതിയിൽ ഈ പറയുന്ന ഷാഫി പറമ്പിലിന് ഗുണം ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ പേരാവൂരിലേക്ക് വരുമ്പോൾ സംഗതി അത്ര എളുപ്പമാകില്ല. UDFന്റെ ഉരുക്കുകോട്ടയാണ് എന്ന് പറയുമ്പോഴും ശൈലജ ടീച്ചർ ഓർമ്മിപ്പിച്ചതുപോലെ പേരാവൂരിൽ ടീച്ചർ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു ചരിത്രമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സണ്ണി ജോസഫ് എന്തായാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല ശൈലജ ടീച്ചറിനെ. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും പേരാവൂരിൽ എന്താണ് സംഭവിക്കുക അത് കണ്ടു തന്നെ അറിയണം. ഈ പറയുന്നത് പോലെ തന്നെ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമാണ് പേരാവൂര്. അപ്പോൾ അവിടെ ശൈലജ ടീച്ചർ വിജയിച്ച് കയറിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അഗ്നി പരീക്ഷയാണ് KK ശൈലജ ടീച്ചർക്ക്. CPM-ൽ ചുവടുറപ്പിക്കാനുള്ള ഒരു അഗ്നി പരീക്ഷ. തൻ്റെ എതിരാളി പൊതുവെ എല്ലാവരും കാണുന്നത് സണ്ണി ജോസഫ് ആണെങ്കിലും, അതായത് ശൈലജ ടീച്ചറിന് എതിരാളിയായിട്ട് നിൽക്കുന്നത് പേരാവൂരിൽ സണ്ണി ജോസഫ് ആണെങ്കിലും ശരിക്കും ശൈലജ ടീച്ചറിന്റെ എതിരാളികൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു കൂട്ടരാണ്. അവർക്ക് മുന്നിലാണ് KK ശൈലജ ടീച്ചർ ജയിച്ചു കാണിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ചിലരെ ഉയർത്തിക്കൊണ്ടുവരാൻ പിണറായി വിജയനും MV ഗോവിന്ദനും ചേർന്ന് KK ശൈലജയെ വെട്ടിയൊതുക്കും. അതിൻ്റെ ലക്ഷണം തന്നെ ആയിരുന്നല്ലോ മട്ടന്നൂരിൽ സീറ്റ് കൊടുക്കാതിരുന്നത്. മട്ടന്നൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് KK ശൈലജ ടീച്ചർ. അവിടെയാണ് VK സനോജിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ്. ശൈലജയെ ഉയർത്തിക്കൊണ്ട് വരരുത്, ശൈലജ ഉയർന്നു വരരുത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് അങ്ങനെയാണ് ശൈലജ ടീച്ചറിൻ്റെ പക്ഷക്കാരും ഇപ്പോൾ പേരാവൂരിൽ കൊണ്ടുപോയി ടീച്ചറെ നിർത്തിയതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഉയിര് കൊടുത്തും ശൈലജ ടീച്ചറിനെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. തൊട്ടിപ്പുറത്ത് സണ്ണി ജോസഫ് അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ശക്തമായ ഒരു വേര് ഈ പറയുന്ന സണ്ണി ജോസഫിനുമുണ്ട്. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് പക്ഷക്കാർ എന്ത് വില കൊടുത്തും ജയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള തീരുമാനത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കും അത് കാത്തിരുന്ന് തന്നെ കാണണം. 2006 മുതൽ 2011 വരെ പേരാവൂർ MLA ആയിരുന്നു ശൈലജ ടീച്ചർ. പിന്നീട് നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് 3 തവണ MLA ആയി. KK ശൈലജയിലൂടെ ഇപ്രാവശ്യം പേരാവൂര് പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിലാണ് LDF പ്രവർത്തകർ. ഇടതുപക്ഷത്തിന് അപൂർവമായി മാത്രം വിജയിക്കാൻ സാധിച്ചിട്ടുള്ള മണ്ഡലമാണ് പേരാവൂര്. CPIM-ന് ഒരിക്കൽ മാത്രമാണ് പേരാവൂരിൽ നിന്ന് പാർട്ടി ചിഹ്നത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. CPM ചിഹ്നത്തിൽ മത്സരിച്ച KK ശൈലജ 2006-ലാണ് ഇവിടെ CPM-നായി ആദ്യ വിജയം കുറിച്ചത്. 2011-ൽ KK ശൈലജയെ പരാജയപ്പെടുത്തിയ സണ്ണി ജോസഫാണ് കഴിഞ്ഞ 3 ടേമായി പേരാവൂരിൽ നിന്ന് വിജയിക്കുന്നത്. 2016-ൽ 7989 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു സണ്ണി ജോസഫിന്റെ വിജയം. 2021-ൽ സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം 3772 കുറഞ്ഞിരുന്നു. ഇരിട്ടി നഗരസഭയടക്കം പേരാവൂർ മണ്ഡലത്തിൽ വരുന്ന 9 തദ്ദേശ സ്ഥാപനങ്ങളിൽ 4ഇടത്ത് LDF-ഉം 5ഇടത്ത് UDF-ഉമാണ് ഭരണത്തിലുള്ളത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ 23,481 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF-ന് നേടിയത്. അപ്പോൾ കഴിഞ്ഞ 3 തവണയായി UDF അവരുടെ അതിശക്തമായ ഒരു മണ്ഡലമായിട്ട് കൊണ്ടു നടക്കുന്നതാണ് പേരാവൂർ. അവിടെ വിജയിച്ചു കയറുക അത്ര എളുപ്പമല്ല. എങ്കിൽ തന്നെയും ശൈലജ ടീച്ചർ ആയതുകൊണ്ട് ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് CPM-ലെ ബഹുഭൂരിപക്ഷവും. എന്തായാലും ആര് അവിടെ കരുത്തരാകുമെന്നുള്ളത് മെയ് 4-ന് അറിയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.